വലിയൊരു അപകടത്തിന്റെ വാർത്തയാണ് രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് കൊട്ടാരക്കരയിലെ നെടുവത്തൂർ പഞ്ചായത്തിലെ മുണ്ടുപാറയിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിടിഞ്ഞ് ഫയർമാൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ സോണി എസ് കുമാർ, മുണ്ടുപാറയിലെ അർച്ചന, ആൺ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഈ 12 മണി കഴിഞ്ഞാണ്ട് ഈ പെൺകുട്ടി ആദ്യം എടുത്ത് ചാടി, ഈ അർച്ചന എന്ന് പറഞ്ഞ കുട്ടി എടുത്ത് ചാടിയത്. അപ്പോൾ ആ കുട്ടി എടുത്ത് ചാടിയതിന് ശേഷം ബഹളം കേട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. ഒരു ദിവസം റോപ്പ് കെട്ടി ഈ കിണറിൻ്റെ റിങ്ങിൻ്റെ മുകളിൽ ഈ പാലമുണ്ടല്ലോ, അതായത് പൈപ്പിനകത്ത് ഇട്ടിട്ടാണ് അയാൾ ഇറങ്ങി ഈ അർച്ചന എന്ന് പറയുന്ന കുട്ടിക്ക് അത്ര ജീവനുണ്ട്, കയ്യോ കാലോ കുടിച്ചിട്ടേ ഉള്ളൂ. അത് കരച്ചിലൊക്കെ നമ്മൾക്ക് കേൾക്കാൻ വരും. അപ്പോൾ അതിനെ വലയ്ക്കകത്താക്കി മേളിലോട്ട് കയറ്റി പിടിച്ച് ഞങ്ങളെല്ലാം പിടിച്ച് കയറ്റുമായിരുന്നു. അപ്പോഴാണ് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടെ മരിച്ചില്ലേ, അദ്ദേഹം സൈഡിൽ നിന്ന് ടോർച്ച് തെളിച്ച് കൊടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കിണറിൻ്റെ റിങ്ങും തൂണും എല്ലാം കൂടെ ഒന്നിച്ച് ഇടിഞ്ഞപ്പം ഈ സൈഡിൽ നിന്ന് ഈ ശിവകൃഷ്ണയും കൂടെ ഉള്ളിൽ പോയി. അപ്പോൾ 3 പേര് അതിനകത്ത് അകപ്പെട്ടു. നല്ല താഴ്ചയുണ്ട്, ഏകദേശം 50 മീറ്റർ അടുപ്പിച്ചോളം താഴ്ചയുള്ള കിണറായിരുന്നു. നമ്മൾ വരുമ്പോൾ തീർച്ചയായും ശ്വാസം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ BS സെറ്റ് ഉപയോഗിച്ച് നോക്കി. മുകളിൽ നിന്ന് ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ കിണറ്റിൽ നിറയെ റോപ്പും അത് സംഭവങ്ങളും ചെറിയ ഇടുങ്ങിയൊരു കിണറാണ്. ഏകദേശം വെള്ളം ഒരു 10 അടിയോളം വെള്ളം കാണും ഏകദേശം. അപ്പോൾ വെള്ളത്തിനടിയിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു ഞാനാണ് ആദ്യം ഇറങ്ങുമ്പോൾ കാണുന്നത് മുങ്ങിക്കിടക്കുകയായിരുന്നു. കിണറിൻ്റെ സൈഡ് ഇടിഞ്ഞാണ് നമ്മുടെ ഒരു ജീവനക്കാരന് അപകടം പറ്റിയത്. അപ്പോൾ ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം. ചുറ്റും ആ കെട്ട് ഇടിഞ്ഞ് പില്ലറകത്തോട്ട് വീണാണ് അപകടം പറ്റിയത്. ഇന്നലെ ഇതോണം തപ്പി നടക്കുന്ന സൗണ്ടൊക്കെ കേട്ട് അപ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അങ്ങനെ 10-11 ആയെന്ന് തോന്നി. ഞാൻ അന്നേരം നോക്കി ഇത് അപ്പോഴാണ് ഇതോണം മെമ്പറെ വിളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇതോണം ഞങ്ങൾ അപ്പോൾ ഇവർ ഫയർഫോഴ്സൊക്കെ വന്ന്, ഫയർഫോഴ്സ് 5-6 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ അവരെ എല്ലാം കൂടെ ഒരാളകത്ത് ഇറങ്ങി. അന്നേരം ആ കിണറിൻ്റെ അവിടെ എല്ലാം ഇടിഞ്ഞങ്ങനെ പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേനെ ഞാൻ വിളിച്ചൂവിയൊക്കെ ചെയ്ത്. തലേന്ന് നിർത്താതുള്ള മഴയുണ്ടായിരുന്നു. പക്ഷെ വരുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇതിങ്ങനെ ഇരിക്കുവാന്നൊന്നും, ഒരാൾ പറയാനും ഇല്ലല്ലോ. താമസമായിട്ടുണ്ട് 3 വർഷമായി. അതുകൊണ്ട് അന്നേരം ഇതിലെ ഞങ്ങളുടെ വീട് ഇച്ചിരി അപ്പുറത്താണ്. അതിൽ പോകുന്നതും വരുന്നതും ഒക്കെ കാണുന്നതേ ഉള്ളൂ. അല്ല, കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് പോയിരുന്നു. അർച്ചന ബാക്കിലൊരു ഷെഡ് വെച്ചാൽ അവരിവിടെ താമസം തുടങ്ങിയത്. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ വീടൊക്കെ കിട്ടിയത്. പിന്നെ വീടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അവർ താമസമായിട്ട് അതിന് വേണ്ടി നാളായില്ല. ഇന്നലെ ഉച്ചയ്ക്കും ഇങ്ങോട്ട് കയറി പോരുന്നത് ഞാൻ കണ്ടു. വേറെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്നതൊന്നും മലയാളമല്ല. കൊട്ടാരക്കര മുണ്ടുപാറയിൽ നിന്ന് സുജി സുരേന്ദ്രൻ അല്പസമയത്തിനകം ചേരും. അതുപോലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അരുൺ രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. നല്ല പ്രഭാതമല്ല എന്നെനിക്കറിയാം. സുജിത്ത, ഈ നെടുവത്തൂരിലെ മുണ്ടുപാറയിൽ ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് കിട്ടിയത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ വീട്ടിൽ ശിവകൃഷ്ണനും അതുപോലെ തന്നെ അർച്ചനയും 2 കുട്ടികളുമാണ് താമസിച്ചിരുന്നത്. ഈ ശിവകൃഷ്ണനും അതുപോലെ തന്നെ അർച്ചനയും തമ്മിൽ രാത്രിയിൽ വഴക്കുണ്ടാവുകയും ആ വഴക്കിനിടയിൽ കുട്ടികളെയും അർച്ചനയും അതിക്രൂരമായി ശിവകൃഷ്ണൻ മർദ്ദിക്കുകയുമായിരുന്നു. ഇതിൽ സഹിക്കെട്ടാണ് ഈ അർച്ചന കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. കിണറ്റിലേക്ക് ചാടി ഈ ബഹളം കേട്ടുകൊണ്ട് പരിസരവാസികൾ എത്തുകയും ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയുമായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം എത്തിയത്. അതിൽ നിന്നും ഫയർമാനായ സോണി കിണറ്റിലിറങ്ങി അർച്ചനയും എടുത്ത് മുകളിലേക്ക് വരുമ്പോഴാണ് കിണറിൻ്റെ ചുറ്റുമതിലിൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞ് കിണറ്റിലേക്ക് വീണത്. ഈ സമയം കിണറിൻ്റെ കരയ്ക്ക് നിന്നിരുന്ന ശിവയും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഈ സോണി മണ്ണിനടിയിൽ കൂടുതൽ പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫയർമാനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. പുറത്തേക്ക് എത്തിച്ച ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സോണിയുടെ മരണം സംഭവിച്ചത്. ശിവയും അർച്ചനയും കിണറ്റിലേക്ക് വീഴുകയും കൂടുതൽ മണ്ണിനടിയിലേക്ക് പോവുകയുമായിരുന്നു. ഏതാണ്ട് 10 അടിയിലേറെ വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു. ഇന്നലെ ശക്തമായി പെയ്ത മഴയിൽ വെള്ളം കൂടുകയും ഒപ്പം തന്നെ ഇതിൻ്റെ അരമതിൽ കുതിർന്ന് ഇരിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കമ്പിയിൽ കെട്ടിയാണ് ഈ കിണറ്റിലേക്ക് ഇറങ്ങി രക്ഷിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ മതിലിടിഞ്ഞ് കമ്പിയും മണ്ണുമെല്ലാം തന്നെ ഇഷ്ടികകളുമെല്ലാം തന്നെ കിണറ്റിലേക്ക് വീണത്. അതിനുശേഷം അതോടുകൂടി തന്നെ കൂടുതൽ
കൂടുതൽ യൂണിറ്റുകളുടെ സഹായം തേടുകയായിരുന്നു. അങ്ങനെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. കൊല്ലത്തു നിന്നും കുണ്ടറയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ്, ഏതാണ്ട് 4 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുവരെയും കരക്കെത്തിച്ചത്. അപ്പോഴേക്കും 2 പേരും മരിച്ചിരുന്നു. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ഇവർ ഇവിടെ മദ്യപിച്ച് നിരന്തരം ശിവകൃഷ്ണൻ പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെയും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് വഴക്കുണ്ടായത്. മദ്യപിച്ചിരുന്ന മദ്യക്കുപ്പി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ അർച്ചനയെ മർദ്ദിച്ചത്. ഇത് കുട്ടിയുടെ ബാഗിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയെയും ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളെ മർദ്ദിക്കുന്നത് കണ്ട് സഹിക്കെട്ട് ഈ അർച്ചന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായത്. ഏതായാലും ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒപ്പം മറ്റ് 2 പേരുടെയും ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.